സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളാണ് ഈ ഒരു ചർച്ച ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കാൻ കാരണം. എടുത്തുപോയി ചാടി അവസാനം ഒരു നിലയില്ലാ കയത്തിൽ മുങ്ങിക്കുളിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഒരു ചർച്ചയും ഒരു ആലോചനയും ഇല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മളൊരു സംരംഭം തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ നന്നായി ആലോചിച്ച് അതിൻ്റെ പിന്നിൽ വരാവുന്ന റിസ്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു വിഷനോട് കൂടിയിട്ട് അത് വിജയിപ്പിക്കാനുള്ളൊരു പാഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിൽ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട്, സത്യസന്ധത മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നമ്മൾ ഇടപഴകുന്നത് അതുമായി ഇടപഴകുന്നവരിലേക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാനും അവർക്കും എന്നിലൂടെ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ലഭിക്കണമെന്നൊരു വിശാലമായ കാഴ്ചപ്പാടും ചിന്തയും ഉണ്ടാവണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ രൂപത്തിലുള്ള സംരംഭങ്ങളാക്കി മാറ്റാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വിട്ടത് സമയം മാനേജ് ചെയ്യാന്നുള്ളത്, ടൈം മാനേജ്മെന്റ്. അത് ഈ ബിസിനസ് സംരംഭങ്ങൾ ആര് തുടങ്ങുകയാണെങ്കിലും അവർക്ക് ഒരു പങ്ക്ച്വാലിറ്റി വേണം, സമയ മാനേജ്മെന്റ് വേണം. സമയ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ എന്താവും, എല്ലാം പരാജയപ്പെടും അല്ലേ? ഏത് സംരംഭം നമ്മൾ തുടങ്ങുകയാണെങ്കിലും നമ്മൾ ഇന്ന സമയത്ത് അത് തുടങ്ങും, അല്ലെങ്കിൽ തുറക്കും, ഇന്ന സമയത്ത് പൂട്ടും, ഇന്ന സമയത്ത് ഇൻ്റർവെൽ, ഇത് നമ്മൾ ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെഡ്യൂളിലായിരിക്കും അവിടെയുള്ള ജീവനക്കാർ വരിക. അപ്പോൾ ആ ജീവനക്കാർക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം നമ്മൾ കൊടുക്കുകയും വേണം. ഒരിക്കലും അവരുടെ കൂലി നമ്മൾ നീട്ടിവെക്കരുത്. അത് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്.